ഹലോ സ്റ്റുഡൻസ്, നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ട് പോവുകയാണ്. അടുത്ത ടോപ്പിക്കിൻ്റെ പേര് ഡിറ്റർമിനൻസ് എന്നാണ്. ഈ ഡിറ്റർമിനൻസ് എന്നുള്ള ടോപ്പിക്കിൽ നിന്നും 5 മുതൽ 10 മാർക്ക് വരെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലുള്ള പ്രോബ്ലംസ് ഓരോന്നും നിങ്ങൾ എഴുതി പഠിക്കണം. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാനുള്ള ടെക്നിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്തുള്ള എല്ലാ പ്രോബ്ലംസും ചെയ്യാൻ കഴിയും. അങ്ങനെ നിങ്ങൾക്ക് 10 മാർക്ക് വരെ കിട്ടാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾക്ക് ജയിക്കാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. അതുകൊണ്ട് ഇതെല്ലാം എഴുതി പഠിക്കുക. ഇവിടെ ഒരു മെട്രിക്സ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് റോ 2 - 1, സെക്കൻഡ് റോ 3 - 2. അപ്പോൾ ഇവിടെ 2 റോയും 2 കോളവുമുള്ള ഒരു മെട്രിക്സ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതൊരു 2x2 മെട്രിക്സ് ആണ്. എന്ന് പറഞ്ഞാൽ സ്ക്വയർ മെട്രിക്സ് ആണ്. ഒരു മെട്രിക്സിൻ്റെ റോയും കോളവും സെയിം ആയാൽ അതിന് സ്ക്വയർ മെട്രിക്സ് എന്നാണ് പറയുന്നത്. ഇവിടെ എ എന്ന് പറയുന്നത് ഒരു 2x2 സ്ക്വയർ മെട്രിക്സ് ആണ്. ഇതിൽ ഡയഗണൽ എലമെൻറ്റ്സ് ഉണ്ട്. 2 - 2 എന്ന് പറയുന്ന മെയിൻ ഡയഗണൽ എലമെൻറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ 2 - 2 ഇത് തമ്മിലൊന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 × -2 ഏതാ മെയിൻ ഡയഗണൽ എലമെൻറ്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അടുത്തത് ഓഫ് ഡയഗണൽ എന്ന് പറയും. ഒരു സ്ക്വയറിൽ 2 ഡയഗണൽസ് ഉണ്ടെന്ന് നമുക്കറിയാം. ഇത് മെയിൻ ഡയഗണൽ, ഇത് ഓഫ് ഡയഗണൽ എന്ന് പറയും. ഇനി ഓഫ് ഡയഗണലിൽ 2 എലമെൻറ്റ്സ് ആണുള്ളത്, അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. 3 - 1. ആദ്യം മെയിൻ ഡയഗണൽ എലമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്തു, അടുത്തത് ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് ഇവിടെ ഒരു മൈനസ് സൈൻ കൊടുക്കണം. അപ്പോൾ എന്ത് കിട്ടും നോക്കാം. 2 × -2 -4 മൈനസ് 3 × -3 -3 -4 -4 + 3 = -1. അപ്പോൾ എ എന്നുള്ള മെട്രിക്സ് ചുരുങ്ങിയിട്ട് എന്തായി മാറി? ഒരു നമ്പറായി മാറി. -1 എന്നുള്ളൊരു നമ്പറായി മാറി. ഇവിടെ ഈ 4 എലമെൻറ്റ്സ് ഉള്ള എ എന്നുള്ള മെട്രിക്സിനെ ചുരുക്കി നമ്മൾ -1 എന്നുള്ളൊരു നമ്പറാക്കി മാറ്റി. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഫൈൻഡിങ് ദി ഡിറ്റർമിനൻറ്റ് ഓഫ് ക്യാപിറ്റൽ എ എന്ന് പറയും. അപ്പോൾ ഇതെന്ന് പറയുന്ന ഡിറ്റർമിനൻറ്റ് ഓഫ് ക്യാപിറ്റൽ എ എന്ന് പറയും. എഴുതുന്നത് ഇതാണ്. ഇങ്ങനെയാണ് സിമ്പൽ. 2 സ്ട്രെയിറ്റ് ലൈനിൻ്റെ നടുക്ക് എ ഇട്ട് കൊടുക്കുക. വായിക്കേണ്ടത് ഡിറ്റർമിനൻറ്റ് ഓഫ് ക്യാപിറ്റൽ എ. കണ്ടുപിടിക്കേണ്ട മെത്തേഡ് ഇതാണ്. ഈ -1ന് ഡിറ്റർമിനൻറ്റ് ഓഫ് ക്യാപിറ്റൽ എ നമ്മൾ പറയും. ഇതൊരു 2x2 ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ്. 3x3 കണ്ടുപിടിക്കാൻ വേറെ മെത്തേഡുണ്ട്. അപ്പോൾ 2x2 കഴിഞ്ഞിട്ട് നമുക്ക് 3x3 പോവാം. ഇങ്ങനെയാണ് ഒരു 2x2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുന്നത്. സിമ്പല് 2 സ്ട്രെയിറ്റ് ലൈനിൻ്റെ നടുക്ക് എ എഴുതണം. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. രണ്ട് സ്ട്രെയിറ്റ് ലൈനിൻ്റെ നടുക്കായിട്ട് 2 സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ മെട്രിക്സ് എഴുതും. മെട്രിക്സിൻ്റെ സ്റ്റെപ്പിൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ഈ ബ്രാക്കറ്റാണ് മെട്രിക്സിന് ഉപയോഗിക്കുന്നത്, സ്ട്രെയിറ്റ് ലൈനാണ് ഡിറ്റർമിനൻറ്റിന് ഉപയോഗിക്കുന്നത്. അത് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇവിടെ 2 പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. ഈ 2 പ്രോബ്ലംസും പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. 2 മാർക്കിൻ്റെ പ്രോബ്ലമാണ്. ആദ്യത്തെ നോക്കാം. ഇവാലുവേറ്റ്. ഇത് വായിക്കേണ്ടത് ഡിറ്റർമിനൻറ്റ് എന്നാണ്. ഡിറ്റർമിനൻറ്റ് sin θ - cos θ sin θ. ഒരു 2x2 ആണ്. ഇത് 2 റോയും 2 കോളമാണ്. 2x2 ഡിറ്റർമിനൻറ്റിൻ്റെ ഇവാലുവേഷൻ എന്ന് പറയുന്നത് അത് ഈ ഡയഗണൽസ് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ ഈ sin θയും മൾട്ടിപ്ലൈ ചെയ്താൽ sin² θ. പിന്നെ ഒരു മൈനസ് കൊടുക്കണം. ഡിറ്റർമിനൻറ്റ് ഇവാലുവേഷനിൽ ആദ്യം മെയിൻ ഡയഗണൽസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു മൈനസ് കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? അടുത്ത ഡയഗണൽ ഓഫ് ഡയഗണൽ ഏതൊക്കെയാണത്? cos θയും -cos θയും. cos θയും മൾട്ടിപ്ലൈ ചെയ്താൽ cos² θ. അതിൻ്റെ കൂടെ ഒരു മൈനസും കൂടെ വരും. അപ്പോൾ -cos² θ. ഓക്കെ. അപ്പോൾ ഈ മൈനസും കൂടെ പ്ലസ് ആവുമെന്ന് നമുക്കറിയാം. അപ്പോൾ sin² θ പ്ലസ് cos² θ എന്ന് വരും. ട്രിഗണോമെട്രിയിൽ നമ്മൾ ഈ റിസൾട്ട് പഠിച്ചു കഴിഞ്ഞതാണ്. sin² θ പ്ലസ് cos² θ എന്ന് പറയുന്നത് 1 ആണ്. = 1. ഇങ്ങനെയാണിത് സോൾവ് ചെയ്യുന്നത്. ഇത് ചോദിച്ചിട്ടുള്ളതാണ്. റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. പല തവണ ചോദിച്ചിട്ടുണ്ട്. അടുത്ത ഇനി ഇതിനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. 2x2 ആയതുകൊണ്ട് ഡയഗണൽ sec θയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ sec² θ. പിന്നെ ഒരു മൈനസ്. എന്നിട്ട് tan θയും മൾട്ടിപ്ലൈ ചെയ്താൽ tan² θ. ഇതും ട്രിഗണോമെട്രിക് റിസൾട്ടാണ്. sec² θ - tan² θ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 2 സ്റ്റെപ്പിലാണ് നമുക്കിത് ആൻസർ കിട്ടിയിരിക്കുന്നത്. 2 മാർക്ക് നമുക്ക് കിട്ടും. sec² θ - tan² θ എന്ന് എഴുതിയാൽ തന്നെ ഒരു മാർക്ക് കിട്ടും. പിന്നെ അടുത്ത റിസൾട്ട് 1 എന്ന് എഴുതുന്നതിന് അടുത്ത ഒരു മാർക്ക്, അങ്ങനെ 2 മാർക്ക് കിട്ടും.
ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ എഴുതി പഠിക്കുക. ഇങ്ങനെയുള്ള പ്രോബ്ലംസും ചോദിക്കാറുണ്ട്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ച പ്രോബ്ലമാണ്. സോൾവ് ഫോർ എക്സ്, എക്സിൻ്റെ വില കണ്ടുപിടിക്കുക. തന്നിരിക്കുന്നത് എന്താണ്? ഇതൊരു ഇക്വേഷനാണ്. ഇസിക്കൽ ടു 0 എന്ന് പറയുമ്പോൾ ഇക്വേഷനാണ്. ലെഫ്റ്റ് സൈഡിൽ ഡിറ്റർമിനൻ്റ് ആണ്, 2/2 ഡിറ്റർമിനൻ്റ് ആണ്. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഇക്വേഷൻ നമുക്ക് വായിക്കാം. ഈ ഡിറ്റർമിനൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതിന് എക്സും തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. ഈ ഡയഗണൽ എലമെൻറ്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. എക്സും മൾട്ടിപ്ലൈ ചെയ്താൽ x². പിന്നെ ഒരു മൈനസ് കൊടുക്കണം. എന്നിട്ട് 3ഉം 12ഉം മൾട്ടിപ്ലൈ ആണ്. ഈ ഡയഗണൽ എലമെൻറ്റ്സ് മൾട്ടിപ്ലൈ ആണ്. 3ഉം 12ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 36 ഇസിക്കൽ ടു 0. x² മൈനസ് 36 0 എന്ന് കിട്ടും. ഇതിനെ സോൾവ് ചെയ്യാനായിട്ട് 36നെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകും. x² ഇസിക്കൽ ടു 36. എന്നിട്ട് രണ്ട് സൈഡിലും സ്ക്വയർ റൂട്ട് എടുക്കണം. ലെഫ്റ്റ് സൈഡിലെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ x എന്ന് കിട്ടും. റൈറ്റ് സൈഡിൽ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ പ്ലസ് ഓർ മൈനസ് റൂട്ട് 36. സ്ക്വയർ റൂട്ട് ഓഫ് 36 6 ആണ്. അപ്പോൾ പ്ലസ് ഓർ മൈനസ് 6. ഇങ്ങനെയാണ് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ എഴുതി പഠിക്കുക. ഇതേപോലുള്ള പല പ്രോബ്ലംസും ചോദിക്കാറുണ്ട്. ഇതേപോലുള്ള അടുത്ത പ്രോബ്ലം, ഇതും ഇക്വേഷനാണ്. ഡിറ്റർമിനൻ്റ് ഇക്വേഷനാണ്. ലെഫ്റ്റ് സൈഡിലെ ഡിറ്റർമിനൻറ്റും റൈറ്റ് സൈഡിലെ ഡിറ്റർമിനൻറ്റും. ഡിറ്റർമിനൻ്റ് ഇക്വേഷൻ ആദ്യം ഡിറ്റർമിനൻറ്റിനെ ഇവാലുവേറ്റ് ചെയ്യണം. 2/2 ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഈ ഡയഗണൽസ് മൾട്ടിപ്ലൈ ചെയ്യണം. x² 1ഉം x² 1 മൾട്ടിപ്ലൈ ചെയ്താൽ x² മൈനസ് 4ഉം 3ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 12. x² മൈനസ് 12 ഇസ് ഈക്വൽ ടു 9ഉം 5ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 45. 9 × 5 45 മൈനസ് 8 × 4 32. ഈ 9ഉം 5ഉം ഡയഗണൽസ് മൾട്ടിപ്ലൈ ചെയ്യണം. കോണോട് കോണ് മൾട്ടിപ്ലൈ ചെയ്യണം. 9ഉം 5ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 45. പിന്നെ ഒരു മൈനസ് 8ഉം 4ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 32. x² മൈനസ് 12 ഇസ് ഈക്വൽ ടു 45 മൈനസ് 32 എന്ന് പറഞ്ഞാൽ 13 ആണ്. ഈ മൈനസ് 12 റൈറ്റ് സൈഡിൽ കൊണ്ടുപോകും. 12 പ്ലസ് 13 എന്ന് കിട്ടും. 12 പ്ലസ് 13 25 ആണ്. x² ഇസ് ഈക്വൽ ടു 25. സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് എക്സ്, 25ൻ്റെ സ്ക്വയർ റൂട്ട് 5 ആണ്. പ്ലസ് ഓർ മൈനസ് 5. ഇത്രയാണ് ഇവിടെ ചെയ്യാനുള്ളത്. ഇത് നിങ്ങൾ എഴുതി പഠിക്കുക. ഇത് പ്രോബ്ലം പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. അപ്പോൾ ഇതേപോലുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. അടുത്ത പ്രോബ്ലം, സോൾവ് ഫോർ എക്സ് ഇഫ് ഡിറ്റർമിനൻറ്റ് ഇസ് ഈക്വൽ ടു 0. അപ്പം ലെഫ്റ്റ് സൈഡിലുള്ള ഡിറ്റർമിനൻറ്റിനെ ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ ഡയഗണൽസ് മൾട്ടിപ്ലൈ ചെയ്യണം. 2x മൈനസ് 1ഉം x മൈനസ് 2ഉം മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബ്രാക്കറ്റ് കൊടുത്തിട്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. 2x മൈനസ് 1ന് ഒരു ബ്രാക്കറ്റ് ഇൻറ്റു x മൈനസ് 2ന് ഒരു ബ്രാക്കറ്റ്. ഓക്കെ, എന്നിട്ട് മൈനസ് കൊടുക്കണം ഇവിടെ. എന്നിട്ട് ഈ ഓഫ് ഡയഗണൽസ് മൾട്ടിപ്ലൈ ചെയ്യണം. x പ്ലസ് 2ഉം x പ്ലസ് 1ഉം. ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. ഇനി ഇതിൻ്റെ ബ്രാക്കറ്റ് മാറ്റണം. എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടീവ് ലാ അപ്ലൈ ചെയ്യണം. ആദ്യം ഈ 2x കൊണ്ട് x മൈനസ് 2നെ മൾട്ടിപ്ലൈ ചെയ്യണം. ഈ x മൈനസ് 2ൽ എക്സിനെയും മൾട്ടിപ്ലൈ ചെയ്യണം, മൈനസ് 2നെയും മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പോൾ 2x കൊണ്ട് എക്സിനെ മൾട്ടിപ്ലൈ ചെയ്താൽ 2x ഇൻറ്റു എക്സ് 2x². ഇനി 2x കൊണ്ട് മൈനസ് 2നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? മൈനസ് എന്ന് വരണം. 2xും 2ഉം 2ഉം 2 മൾട്ടിപ്ലൈ ചെയ്താൽ 4 ഇൻറ്റു എക്സ് 4x. അപ്പോൾ 2x ഇൻറ്റു മൈനസ് 2 എന്ന് പറഞ്ഞാൽ മൈനസ് 4x. ഇനി മൈനസ് 1 കൊണ്ട് ഇതിനെ ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ മൈനസ് 1 കൊണ്ട് എക്സിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് എക്സ്. മൈനസ് 1 കൊണ്ട് മൈനസ് 2വിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് 1 ഇൻറ്റു മൈനസ് 2 പ്ലസ് 2. ഇതെല്ലാം കൂടെ ഒരു ബ്രാക്കറ്റ്. മൈനസ് അടുത്ത ബ്രാക്കറ്റ്. എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ x². അടുത്ത എക്സും 1ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എക്സ് എന്ന് കിട്ടും. അപ്പോൾ പ്ലസ്, ഇത് പ്ലസ് 1 അപ്പോൾ പ്ലസ് എക്സ്. അപ്പോൾ എക്സ് കൊണ്ട് എക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x² കിട്ടും. എക്സ് കൊണ്ട് 1നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് എന്ന് കിട്ടും. അടുത്ത ഈ 2 കൊണ്ട് പ്ലസ് 2 കൊണ്ട് എക്സിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 ഇൻറ്റു എക്സ് 2x പ്ലസ് 2x. അടുത്ത 2 കൊണ്ട് 1നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ പ്ലസ് 2 ഇസ് ഈക്വൽ ടു 0. ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. 2x² മൈനസ് 4x മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് 5x. ഇത് പ്ലസ് 2 മൈനസ് x².
അടുത്ത എക്സ് പ്ലസ് 2x എന്ന് പറഞ്ഞാൽ 3x ആണ്. അടുത്ത 2 ഇസ് ഈക്വൽ ടു 0. ഇനി 2x² മൈനസ് x² വരുമ്പോൾ x² എന്ന് വരും. 2x² മൈനസ് x². അടുത്ത മൈനസ് 5x ഇത് മൈനസ് 3x എന്ന് വരും. മൈനസ് 5x മൈനസ് 3x മൈനസ് 8x. അടുത്ത 2 ഇൻറ്റു 2 4 പ്ലസ് 4 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ x² മൈനസ് 8x മൈനസ് 4 ഇസ് ഈക്വൽ ടു സോറി നോട്ട് 4 2 മൈനസ് 2 മൈനസ് 2 0 ആണ്, പ്ലസ് 4 അല്ല. ഇത് 2 ആണ്, ഇത് മൈനസ് 2 ആണ്. 2 മൈനസ് 2 0. x² മൈനസ് 8x 0. ഇവിടെ x കോമൺ ആണ്, x പുറത്തെടുക്കാം. അപ്പോൾ x ഇൻറ്റു എക്സ് മൈനസ് 8 ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ ഇവിടെ x 0 വരും, x മൈനസ് 8 0 വരും. x ഇസ് ഈക്വൽ ടു 0 ഓർ x മൈനസ് 8 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ x ഇസ് ഈക്വൽ ടു 0, പിന്നെ ഇവിടെ x ഇസ് ഈക്വൽ ടു 8. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ സോൾവ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ എക്സിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് x 0 അല്ലെങ്കിൽ x 8 എന്ന് കിട്ടും. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, നിങ്ങൾ എഴുതി പഠിക്കുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു 3 റോയും 3 കോളവും ഉള്ള ഡിറ്റർമിനൻ്റ് ആണ്. 1 2 3 റോ, 1 2 3 കോളം. അപ്പോൾ 3/3 ഡിറ്റർമിനൻ്റ് ആണ്. 2/2 നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ നമുക്കറിയാം. 3/2 ഇവാലുവേഷൻ ശ്രദ്ധിച്ച് പഠിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിച്ചിരിക്കുക. ഫസ്റ്റ് റോയിലെ ആദ്യത്തെ എലമെൻറ്റ്, ഫസ്റ്റ് റോ വെച്ചിട്ടാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് റോയിലെ ആദ്യത്തെ എലമെൻറ്റ് എന്താണ്? ഇവിടെ 3 ആണ്. ആ ഫസ്റ്റ് റോയിലെ ആദ്യത്തെ എലമെൻറ്റ് എടുക്കണം. എന്നിട്ട് ചെയ്യേണ്ടത് ഈ 3 വരുന്ന ഈ എലമെൻറ്റ് വരുന്ന റോ ഡിലീറ്റ് ചെയ്യണം. അതുപോലെ കോളം ഡിലീറ്റ് ചെയ്യണം. നമ്മളെടുത്ത 3 എന്ന് പറയുന്ന എലമെൻറ്റ് വരുന്ന റോയും എലമെൻറ്റ് വരുന്ന കോളവും ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 7 5 1 2 എന്ന് കിട്ടും. അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കണം. ഡിറ്റർമിനൻറ്റ് സെവൻ 5 1 2. ഇത് കിട്ടുന്ന എങ്ങനെയാണ്? ഇത് കിട്ടാനായിട്ട് 3 വരുന്ന റോ കളയണം, 3 വരുന്ന കോളം കളയണം. കോളം കളഞ്ഞാൽ ബാക്കി വരുന്നതാണ് 7 5 -2, അതിൻ്റെ ഡിറ്റർമിനൻറ്റ്. അടുത്തത് ഒരു മൈനസ് കൊടുക്കണം, മൈനസ്. എന്നിട്ട് രണ്ടാമത്തെ എലമെൻറ്റ് 2 എഴുതണം. ആദ്യത്തെ എലമെൻറ്റ് 3 എഴുതി, എന്നിട്ട് അത് വരുന്ന റോയും കോളവും കളഞ്ഞു. എന്നിട്ട് മൈനസ് കൊടുക്കണം. എന്നിട്ട് രണ്ടാമത്തെ എലമെൻറ്റ്, ഫസ്റ്റ് റോയിലെ രണ്ടാമത്തെ എലമെൻറ്റ് 2 എഴുതണം. 2 ഇൻറ്റു, എന്നിട്ട് ചെയ്യേണ്ടത് 2 വരുന്ന കോളം കളയണം. 2 വരുന്ന കോളം കളയണം, 2 വരുന്ന റോ കളയണം. 2 വരുന്ന റോ കളയണം, 2 വരുന്ന കോളം കളയണം. അപ്പോൾ 2 വരുന്ന റോയും കോളവും കളഞ്ഞാൽ ബാക്കി വരുന്നത് 4 - 3. ഇത് 4, ഇത് 5. 4 5. ഇത് -3 2. എന്താ മനസ്സിലായത്? ആദ്യം നമ്മൾ ഫസ്റ്റ് എലമെൻറ്റ് 3 എടുത്തു. എന്നിട്ട് 3 വരുന്ന റോയും കോളവും കളഞ്ഞു. ബാക്കി കിട്ടുന്ന 7 5 1 2 ഒരു ഡിറ്റർമിനൻ്റ് ആയിട്ട് എഴുതി. അടുത്ത നമ്മൾ രണ്ടാമത്തെ എലമെൻറ്റ് 2 എടുത്തു. എന്നിട്ട് 2 വരുന്ന റോ കളഞ്ഞു, കോളം കളഞ്ഞു. 2 വരുന്ന റോയും കോളവും കളഞ്ഞാൽ ബാക്കി വരുന്നത് 4 5 -3 2 ആണ്, അതിൻ്റെ ഡിറ്റർമിനൻ്റ്. എന്നിട്ട് വീണ്ടും പ്ലസ് ഇടുക. ആദ്യം പ്ലസ്, മൈനസ്, പ്ലസ് ഇട്ടിട്ട് മൂന്നാമത്തെ എലമെൻറ്റ് -1 എഴുതുക. -1. എന്നിട്ട് -1 വരുന്ന റോ കളയണം. എന്നിട്ട് -1 വരുന്ന കോളം കളയണം. -1 വരുന്ന റോയും കോളവും കളഞ്ഞാൽ ബാക്കി എന്ത് കിട്ടും? 4 7 -3 1. അപ്പോൾ ഇവിടെ എന്താ ചെയ്തത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഓർത്തിരുന്നില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. 5 മാർക്കിൻ്റെ പ്രോബ്ലം ആയിട്ടാണ് ഇത് ചോദിക്കുന്നത്. ആദ്യം നമ്മൾ 3 എടുക്കണം. എന്നിട്ട് 3 വരുന്ന റോയും കോളവും കളയണം. 3 വരുന്ന റോയും കോളവും കളയപ്പോൾ 7 5 1 2. ഇത് ശ്രദ്ധിച്ച് ചെയ്യണം, അല്ലെങ്കിൽ തെറ്റിപ്പോകും. എന്നിട്ട് മൈനസ് കൊടുക്കണം. എന്നിട്ട് രണ്ടാമത്തെ എലമെൻറ്റ് 2 എഴുതണം. എന്നിട്ട് 2 വരുന്ന റോയും കോളവും കളയണം. അപ്പോൾ എന്ത് കിട്ടും? 4 5 -3 2 എന്ന് കിട്ടും. എന്നിട്ട് പ്ലസ് കൊടുക്കണം. പ്ലസ് കൊടുത്തിട്ട് മൂന്നാമത്തെ എലമെൻറ്റ് എഴുതണം. മൂന്നാമത്തെ എലമെൻറ്റ് -1 ആണ്. എന്നിട്ട് -1 വരുന്ന റോയും കോളവും കളയപ്പോൾ 4 7 -3 1. അങ്ങനെ റോയും കോളവും കളയപ്പോൾ ശ്രദ്ധിച്ച് റോയും കോളവും കളയണം, അല്ലെങ്കിൽ എലമെൻറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഇതേപോലെ നമുക്ക് കിട്ടും. ഇത് 2/2. ഇതിൻ്റെ വാല്യൂഷൻ നമുക്കറിയാം.
3 ഇൻറ്റു ഇത് 7 ഇൻറ്റു 2 14 മൈനസ് 1 ഇൻറ്റു 5 5. അത് 2/2 നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇനി -2 ഇൻറ്റു ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. മൾട്ടിപ്ലൈ അപ്പോൾ 8 എന്ന് വരും. -3യും 5 മൾട്ടിപ്ലൈ ആണ് -15. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ അപ്പോൾ 8 -3യും 5 മൾട്ടിപ്ലൈ അപ്പോൾ -15. അപ്പോൾ -15. ഇത് പ്ലസ് -1 ഈസ് മൈനസ് 4 ഇൻറ്റു 1 4 -3 ഇൻറ്റു 7 -21. ഓക്കെ ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 14 - 5 9 എന്ന് വരും. -2 ഇൻറ്റു 8 + 15 -4 + 21. മൈനസ് പ്ലസ് ആണ്. 3 ഇൻറ്റു 9 27. -2 ഇൻറ്റു 15 + 8 23. -4 + 21 25. ഇത് 27 - 25 2 എന്ന് വരും. -2 ഇൻറ്റു 23 46. ആൻസർ 2 - 46 -44. ഇങ്ങനെയാണ് ഒരു 3/3 ഡിറ്റർമിനൻറ്റ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇത്രയും സ്റ്റെപ്സ് എഴുതാനുണ്ട്. അപ്പം കുറച്ച് ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ ഇത് തെറ്റിപ്പോവും. അടുത്ത പ്രോബ്ലം ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. 5 മാർക്കിൻ്റെ ഒരു പ്രോബ്ലമാണിത്. 2 3/3 ഡിറ്റർമിനൻറ്റ്സ് ആണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ലെഫ്റ്റ് സൈഡിൽ ഒരു 3/3 ഡിറ്റർമിനൻ്റ് ഉണ്ട്, റൈറ്റ് സൈഡിൽ ഒരു 3/3 ഡിറ്റർമിനൻ്റ് ഉണ്ട്. ഇത് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കാം എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ആദ്യം ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് എക്സ്, എന്നിട്ട് എക്സ് വരുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്യണം. എക്സ് വരുന്ന ഫസ്റ്റ് കോളം ഡിലീറ്റ് ചെയ്താൽ 1 - 1 0 3. ഓക്കെ, എന്നിട്ട് മൈനസ് കൊടുക്കുക. എന്നിട്ട് രണ്ടാമത്തെ എലമെൻറ്റ് 1 എഴുതുക. എന്നിട്ട് 1 വരുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്യണം. 1 വരുന്ന റോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോ, കോളം സെക്കൻഡ് കോളം ഡിലീറ്റ് ചെയ്താൽ 4 - 1 2 3 എന്ന് കിട്ടും ഡിറ്റർമിനൻറ്റ്. അടുത്ത പ്ലസ് കൊടുക്കണം. +3 മൂന്നാമത്തെ എലമെൻറ്റ് 3. എന്നിട്ട് 3 വരുന്ന റോയും കോളവും കളഞ്ഞാൽ 4 1 2 0. ഇതാണ് ലെഫ്റ്റ് സൈഡ്. ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡ്. റൈറ്റ് സൈഡിൽ ആദ്യത്തെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് 2. അപ്പോൾ 2 ഇൻറ്റു 2 വരുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്താൽ 0 1 0 2. 2 വരുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്തിട്ട് ബാക്കി കിട്ടുന്ന എലമെൻറ്റ്. അടുത്തൊരു മൈനസ് കൊടുക്കുക. മൈനസ് കൊടുത്തിട്ട് രണ്ടാമത്തെ എലമെൻറ്റ് -1 ഇടുക. പിന്നെ ഡിറ്റർമിനൻറ്റ്. ഈ -1 വരുന്ന റോയും കോളവും കളഞ്ഞാൽ 3 1 -1 2 എന്ന് കിട്ടും. മൈനസ് ഇട്ടിട്ട് രണ്ടാമത്തെ എലമെൻറ്റ് -1 എഴുതിയിട്ട് -1 വരുന്ന റോ ഡിലീറ്റ് ചെയ്തു, കോളം ഡിലീറ്റ് ചെയ്തപ്പോൾ 3 1 -1 2 എന്ന് കിട്ടി. അടുത്ത പ്ലസ് കൊടുക്കണം. പ്ലസ് മൂന്നാമത്തെ എലമെൻറ്റ് 1 എഴുതണം. എന്നിട്ട് 1 വരുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്യണം. 3 0 -1 0 എന്ന് കിട്ടും. 1 വരുന്ന റോ ഇതാണ്, അത് ഡിലീറ്റ് ചെയ്തു. 1 വരുന്ന കോളം ഡിലീറ്റ് ചെയ്തു, പോയിട്ട് 3 0 -1 0. ഇനി 2/2 ഡിറ്റർമിനൻറ്റ് ഇവാലുവേറ്റ് ചെയ്യണം. x ഇൻറ്റു 1 ഇൻറ്റു 3 3 -0 ഇൻറ്റു -1 0. ഇത് മൈനസ്, ഇത് 4 ഇൻറ്റു 3 12 -2 ഇൻറ്റു -1 -2. ഇത് +3 ഇൻറ്റു 4 ഇൻറ്റു 0 0 -2 ഇൻറ്റു 1 2 ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 0 ഇൻറ്റു 2 0 -0 ഇൻറ്റു 1 0 മൈനസ് പ്ലസ് 3 ഇൻറ്റു 2 6 -1 ഇൻറ്റു 1 -1 പ്ലസ് 3 ഇൻറ്റു 0 0 -1 ഇൻറ്റു 0 0. ഇത് 3 - 0 3 ആണ്. അപ്പോൾ 3x എന്ന് വരും. മൈനസ് ഇത് 12 മൈനസ് അപ്പം പ്ലസ് വരും. 12 + 2 14. അപ്പോൾ ഇത് മൈനസ് ആയിട്ട് ഇവിടെ -14. പ്ലസ് 3 ഇൻറ്റു -2 3 ഇൻറ്റു -2 -6 അപ്പം -6 ഇസ് ഈക്വൽ ടു ഇത് 0 ആണ്. 0 - 0 0 പ്ലസ് ഇത് 6 + 1 6 + 1 7. ഇത് 0 - 0 0. ഇത് 3x
minus 14 minus 6 minus 20 is equal to 7. ഈ minus 20 റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ 3x is equal to 20 plus 7 എന്ന് വരും. is equal to 27. അപ്പോൾ 3x 27, x കിട്ടാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. x is equal to 27 by 3 is equal to 9. ഇത് 5 മാർക്കിൻ്റെ ഒരു പ്രോബ്ലം ആണ്. ഇത് നിങ്ങൾ പലതവണ എഴുതി പഠിക്കുക, എന്നാലേ ഇത് തെറ്റാതെ ചെയ്യാൻ പറ്റും. അടുത്ത പ്രോബ്ലം, സോൾവ് ഫോർ എക്സ് ഇഫ് ഡിറ്റർമിനൻറ്റ് എക്സ് 2x2 x 3x3 1 2 2 is equal to 0. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ 3/3 ഡിറ്റർമിനൻ്റ് ആണ്, അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് റോയുടെ ഫസ്റ്റ് എലമെൻറ്റ് എക്സ് വരുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 3x3 2 2 എന്ന് കിട്ടും. മൈനസ് കൊടുക്കണം. മൈനസ് കൊടുത്തിട്ട് രണ്ടാമത്തെ എലമെൻറ്റ് 2x ഇൻറ്റു ഡിറ്റർമിനൻറ്റ് 2x വരുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്താൽ x3 1 2 പ്ലസ് തേർഡ് എലമെൻറ്റ് 2 വരുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്താൽ x 3x 1 2 is equal to 0. ഓക്കെ, അടുത്തത് ഇതിൻ്റെ ഇവാലുവേഷൻ ആണ്. അപ്പോൾ x ഇൻറ്റു 3x ഇൻറ്റു 2 6x മൈനസ് 2 ഇൻറ്റു 3 6. ഇത് മൈനസ് 2x ഇൻറ്റു x ഇൻറ്റു 2 2x മൈനസ് 3 പ്ലസ് 2 ഇൻറ്റു x ഇൻറ്റു 2 2x മൈനസ് 1 ഇൻറ്റു 3x is equal to 0. ഇത് x കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ 6x² മൈനസ് 6x എന്ന് വരും. ഇത് മൈനസ് 2x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 4x² മൈനസ് മൈനസ് പ്ലസ് 6x എന്ന് വരും. അടുത്ത 2x മൈനസ് x മൈനസ് x. അപ്പോൾ 2 ഇൻറ്റു മൈനസ് x മൈനസ് 2x is equal to 0. ഈ മൈനസ് 6x പ്ലസ് 6x ക്യാൻസൽ ചെയ്ത് പോകും. 6x² മൈനസ് 4x² 2x² മൈനസ് 2x is equal to 0. ഇവിടെ 2x കോമൺ ആണ്, അത് പുറത്തെടുക്കണം. 2x ഇവിടെ നിന്ന് പുറത്തെടുത്താൽ ബാക്കി x മൈനസ് ഇവിടെ 1 x 0. അത് രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 വരണമെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പർ 0 ആയിരിക്കണം. അപ്പോൾ x 0 വരാം, അല്ലെങ്കിൽ രണ്ടാമത്തെ നമ്പർ x മൈനസ് 1 0 വരാം. x മൈനസ് 1 0 എന്ന് പറഞ്ഞാൽ x is equal to 1. അപ്പോൾ രണ്ട് വാല്യൂ ആണ് വരുന്നത്, x is equal to 0 or x is equal to 1. രണ്ടും ഒരുമിച്ചും വരാം. അപ്പോൾ ഈ പ്രോബ്ലം പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, 5 മാർക്കിൻ്റെ പ്രോബ്ലം ആണ്. ഈ പ്രോബ്ലം എക്സാമിന് ചോദിച്ചതാണ്. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ലെഫ്റ്റ് സൈഡിലൊരു 3/3 ഡിറ്റർമിനൻറ്റ്, റൈറ്റ് സൈഡിലൊരു 2/2 ഡിറ്റർമിനൻറ്റ്. 3/3 ഡിറ്റർമിനൻറ്റിനെ ഇവാലുവേറ്റ് ചെയ്യണം. അതിനാദ്യം ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് 2, എന്നിട്ട് 2 വരുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്യണം. 2 വരുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്താൽ ബാക്കി മൈനസ് 1 2 1 6. അടുത്ത മൈനസ്, എന്നിട്ട് സെക്കൻഡ് എലമെൻറ്റ് 1 എഴുതണം. ഡിറ്റർമിനൻറ്റ് 1 വരുന്ന റോയും കോളവും കളഞ്ഞാൽ 3 2 1 6 എന്ന് കിട്ടും. 1 വരുന്ന റോ കളയണം, കോളം കളയണം. അടുത്തൊരു പ്ലസ്, എന്നിട്ട് മൂന്നാമത്തെ എലമെൻറ്റ് x, എന്നിട്ട് x വരുന്ന റോ കളയണം, കോളം കളയണം. x വരുന്ന റോയും കോളവും കളഞ്ഞു. അപ്പോൾ ഈ ഡിറ്റർമിനൻറ്റ് കിട്ടി. ഇനി റൈറ്റ് സൈഡ് 2/2 ആണ്, അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. 4 × 2 8 മൈനസ് 3 × x 3x. ഇനി ഇത് 2/2ൻ്റെ ഇവാലുവേഷൻ ആണ്. അപ്പോൾ 2 ഇൻറ്റു മൈനസ് 1 × 6 മൈനസ് 6 മൈനസ് 1 × 2 2. ഇത് മൈനസ് 3 × 6 18 മൈനസ് 2 പ്ലസ് x ഇൻറ്റു 3 × 1 3 മൈനസ് 1 × മൈനസ് 1 മൈനസ് 1 is equal to 8 മൈനസ് 3x. ഇത് മൈനസ് 6 മൈനസ് 2 മൈനസ് 8 എന്ന് വരും. അപ്പോൾ 2 ഇൻറ്റു മൈനസ് 8 മൈനസ് 18 മൈനസ് 2 16 പ്ലസ് x ഇൻറ്റു 3 പ്ലസ് 1 എന്ന് വരും. 3 പ്ലസ് 1 4 ആണ്. അപ്പോൾ x ഇൻറ്റു 4 is equal to 8 മൈനസ് 3x. ഇത് മൈനസ് 16 പ്ലസ് 4x is equal to 8 മൈനസ് 3x. ഇത് മൈനസ് 32 പ്ലസ് 4x
ഈ 3x-നെ മൈനസ് 3x ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരും, പ്ലസ് 3x ഇസ് ഈക്വൽ ടു 8. ഈ മൈനസ് 32-നെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകണം. അപ്പോൾ ഇവിടെ 4x പ്ലസ് 3x 7x ഇസ് ഈക്വൽ ടു 8 പ്ലസ് 32 എന്ന് വരും. 8 പ്ലസ് 32 40 ആണ്. അപ്പോൾ 7x ഇസ് ഈക്വൽ ടു 40 എന്ന് വരും. x ഇസ് ഈക്വൽ ടു 40/7. ഇത്രയും ചെയ്യാനുണ്ട്. ഇത് നിങ്ങൾ എഴുതി പഠിക്കുക. ഈ പ്രോബ്ലം എക്സാമിന് ചോദിച്ചതാണ്. സോൾവ് ഫോർ എക്സ് ഇഫ് ഈ ഡിറ്റർമിനന്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് എലമെന്റ് x+1 എടുത്തിട്ട് x+1 വരുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് x+2 3 2x+3 എന്ന് കിട്ടും. ഇത് ശ്രദ്ധിച്ച് ചെയ്തിൽ തെറ്റിപ്പോകും. അടുത്ത മൈനസ് ഇട്ടിട്ട് രണ്ടാമത്തെ എലമെന്റ് 2, എന്നിട്ട് 2 വരുന്ന റോയും 2 വരുന്ന കോളവും കളഞ്ഞാൽ 1 3 1x+3 എന്ന് കിട്ടും. പ്ലസ് ഇട്ടിട്ട് മൂന്നാമത്തെ എലമെന്റ് 3 എഴുതണം. എന്നിട്ട് 3 വരുന്ന റോയും കോളവും കളഞ്ഞാൽ 1x+2 1 2 1x+2 1 2 ഇസ് ഈക്വൽ ടു 0. ഇനി x+1 ഇൻറ്റു ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ x+2 ഇൻറ്റു x+3 മൈനസ് 2ഉം 3 മൾട്ടിപ്ലൈ ചെയ്യണം 6. പിന്നെ മൈനസ് 2 ഇൻറ്റു 1ഉം x+3 മൾട്ടിപ്ലൈ ഇപ്പോൾ x+3 മൈനസ് 1 ഇൻറ്റു 3 3 പ്ലസ് 3 ഇൻറ്റു 1ഉം 2ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 2 മൈനസ് 1ഉം x+2 മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? x+2. ഇവിടെ ചെയ്യേണ്ടത് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ x ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർഡ്, എക്സ് ഇൻറ്റു 3 3x പ്ലസ് 2 ഇൻറ്റു എക്സ് 2x പ്ലസ് 2 ഇൻറ്റു 3 6 മൈനസ് 6. ഈ 6 മൈനസ് 6 ക്യാൻസൽ ആവും. 3x പ്ലസ് 2x-നെ 5x എന്ന് എഴുതാം. അപ്പോൾ x² പ്ലസ് 5x ആണ്. ഇത് 3ഉം 3ഉം വെട്ടിപ്പോകും. 3 വെട്ടിപ്പോയാൽ പിന്നെ x, അപ്പോൾ മൈനസ് 2x പ്ലസ് 3 ഇൻറ്റു ഇത് 2 ബ്രാക്കറ്റ് മാറ്റുമ്പോൾ മൈനസ് എക്സ് മൈനസ് 2, അപ്പോൾ 2 മൈനസ് എക്സ് മൈനസ് 2, ഈ 2 മൈനസ് 2 വെട്ടിപ്പോകും. ഇവിടെ എക്സ് കൊണ്ട് x² മൾട്ടിപ്ലൈ ചെയ്താൽ x³ പ്ലസ് ഇത് 5x ആണ്. x കൊണ്ട് 5x-നെ മൾട്ടിപ്ലൈ ചെയ്താൽ 5x². അപ്പോൾ ബാക്കിയില്ല, ഇത്രയേ ഉള്ളൂ. പ്ലസ് ഈ 1 കൊണ്ട് x² മൾട്ടിപ്ലൈ ചെയ്താൽ x². ഈ 1 കൊണ്ട് 5x-നെ മൾട്ടിപ്ലൈ ചെയ്താൽ 5x. ഇത് മൈനസ് 2x ഇത് 3 ഇൻറ്റു മൈനസ് എക്സ് മൈനസ് 3x. ഇവിടെ 5x ഉണ്ട്, ഇത് മൈനസ് 2x, ഇത് മൈനസ് 3x. അപ്പോൾ 5x മൈനസ് 5x അത് 0 ആയിപ്പോൾ വെട്ടിപ്പോകും. ഇവിടെ എന്ത് വരും? x³ ഇത് 5x² പ്ലസ് x², 6x². ഇത് രണ്ടും ക്യാൻസൽ ആയിപ്പോൾ. ഇവിടെ x² കോമൺ എടുത്തു. x² കോമൺ എടുക്കുമ്പോൾ ഇവിടെ x വരും, പ്ലസ് ഇവിടുത്തെ x² പോയാൽ 6. അപ്പോൾ x² ഇൻറ്റു x പ്ലസ് 6 ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ ഇത് 0 ആവണമെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം 0 ആവണം. അപ്പോൾ x ഒന്നുകിൽ ഈ ക്വാണ്ടിറ്റി 0, അപ്പോൾ x² 0, അതായത് x 0. അടുത്ത x പ്ലസ് 6 0, അല്ലെങ്കിൽ x ഇസ് ഈക്വൽ ടു മൈനസ് 6. ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ എഴുതി പഠിക്കുക. അടുത്ത പ്രോബ്ലം സോൾവ് ഫോർ എക്സ്. ഒരു 3/3 ഡിറ്റർമിനൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇതിനെ ഇവാലുവേറ്റ് ചെയ്യണം. ഫസ്റ്റ് എലമെൻറ്റ് 2 വരുന്ന റോയും കോളവും കളഞ്ഞാൽ x5 മൈനസ് 1 2. 2 വരുന്ന റോ 2 വരുന്ന കോളം കളഞ്ഞാൽ ബാക്കിയുള്ളത് x5 മൈനസ് 1 2. പിന്നെ ഒരു മൈനസ് കൊടുത്തിട്ട് സെക്കൻഡ് എലമെൻറ്റ് 3 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് 3 വരുന്ന റോയും കോളവും കളഞ്ഞാൽ 2 5 3 2 പ്ലസ് തേർഡ് എലമെൻറ്റ് 5 വരുന്ന റോയും കോളവും കളഞ്ഞാൽ 2x 3 മൈനസ് 1 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ആദ്യത്തെ സ്റ്റെപ്പിൽ ചെയ്താൽ തന്നെ 2 മാർക്ക് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അടുത്ത നമുക്ക് ഇതിൻ്റെ ഇവാലുവേഷനാണ്. അപ്പോൾ 2 ഇൻറ്റു ഇത് 2x മൈനസ് 5, ഇത് മൈനസ് 3 ഇൻറ്റു 2 ഇൻറ്റു 2 4 മൈനസ് 3 ഇൻറ്റു 5 15 പ്ലസ് 5 ഇൻറ്റു 2 ഇൻറ്റു മൈനസ് 1 മൈനസ് 2 മൈനസ് 3x ഇസ് ഈക്വൽ ടു 0. ഇത് 2 ഇൻറ്റു ഇത് പ്ലസ് ആണ്, 2x പ്ലസ് മൈനസ് മൈനസ് പ്ലസ് 2x പ്ലസ് 5 മൈനസ് 3 ഇൻറ്റു 4 മൈനസ് 15 മൈനസ് 11. ഇത് 5 ഇൻറ്റു മൈനസ് 2 മൈനസ് 10. ഇത് 5 ഇൻറ്റു മൈനസ് 3x മൈനസ് 15x ഇസ് ഈക്വൽ ടു 0. ഇത് 2 ഇൻറ്റു 2x 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം 4x പ്ലസ് 2 ഇൻറ്റു 5 10. ഇത് പ്ലസ് 33. ഇത് മൈനസ് 10. ഇത് മൈനസ് 15x ഇസ് ഈക്വൽ ടു 0.
ഈ 10 മൈനസ് 10 ക്യാൻസൽ ആവും. 4x മൈനസ് 15x മൈനസ് 11x. ഈ 33 റൈറ്റ് സൈഡിൽ കൊണ്ടുപോയാൽ മൈനസ് 33. അപ്പോൾ x is equal to മൈനസ് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. മൈനസ് 33 ബൈ മൈനസ് 11 is equal to 3. അപ്പോൾ ഈ പ്രോബ്ലംസ് എല്ലാം നിങ്ങൾ നന്നായിട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ 2/2 ഡിറ്റർമിനൻറ്റ് കഴിഞ്ഞു, 3/3 ഡിറ്റർമിനൻറ്റ് കഴിഞ്ഞു, അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ക്രാമേഴ്സ് റൂളിലോട്ടാണ് അടുത്ത ക്ലാസ്സിൽ പോകുന്നത്.